ഇത്തവണത്തെ വെക്കേഷന് നമ്മളൊരു 4 ദിവസം ഡൽഹിയിലാണ് നമ്മളെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ 4 നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ദ ഐക്കോണിക് താജ്മഹൽ ഹോട്ടൽ ഡൽഹി. ഡൽഹിയിലെ വൺ ഓഫ് ദ മേജർ 5 സ്റ്റാർ ഹോട്ടലിൽ ഒന്നായ താജ് ഗ്രൂപ്പിൻ്റെ താജ്മഹൽ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. താജ്മഹൽ ഹോട്ടലിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. താജ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡ് ഹോട്ടലാണ്. 5 സ്റ്റാർ ലക്ഷറി റിസോർട്ടാണ്. ഡൽഹിയിലെ വൺ ഓഫ് ദ മേജർ 5 സ്റ്റാർ റിസോർട്ടാണ് ഡൽഹിയിലെ താജ്മഹൽ ഹോട്ടൽ. ഒത്തിരി സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും അതുപോലെ ഡിപ്ലോമാറ്റ്സൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. സെക്യൂരിറ്റി ചെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ അതേ പ്രൊസീജിയർ, ഏകദേശം അതിനോട് കടപിടിച്ച് നിൽക്കുന്ന അതേ പ്രൊസീജിയറിലൂടെയാണ് നമ്മുടെ സ്ക്രീനിങ് ചെയ്ത് നല്ല രീതിയിൽ സെക്യൂരിറ്റി ചെക്കിങ് ചെയ്തിട്ടാണ് നമ്മൾ ഹോട്ടലിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത്. ലോബിയിൽ വരുമ്പോഴാണ് നമ്മൾ ആരോ അവിടെ ഇരുന്ന് പുല്ലാങ്കുല്ല് വായിക്കുന്നതായി തോന്നി നേരെ അങ്ങോട്ടേക്ക് വച്ചടിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണിക്കാണ്. അത് എൻ്റെ ആണത് മോർണിംഗിൽ 9 o'clock. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പുല്ലാങ്കുല്ല് വായനയാണ് അയാളുടെ മെയിൻ ജോലി. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ റൂം ചെക്കിങ്ങിന് വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ റൂം കാണിക്കാനും ചെക്കിങ് ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത റൂം എന്ന് പറയുന്നത് പേൾ സ്വീറ്റ്സ് ആണ്. അപ്പോൾ പേൾ സ്വീറ്റ്സ് തരാൻ കാരണം ഞാൻ താജിൻ്റെ ഒരു മെമ്പറും കൂടെയാണ്. താജിൻ്റെ മെമ്പർഷിപ്പ് എടുത്തതെന്ന് പറഞ്ഞാൽ 2016-ലാണ്. കൂടാതെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടി ആയതുകൊണ്ട് തന്നെ അവർ നമുക്കൊരു സർപ്രൈസായിട്ട് നമുക്കൊരു ബൊക്കെ, പിന്നെ ഒരു പോസ്റ്റർ, പിന്നെ ഒരു ഗിഫ്റ്റ്, ഒരു ചെറിയ കേക്കും ഇതൊക്കെ അവർ നമ്മുടെ റൂമിൽ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂം എന്ന് പറയുന്നത് നല്ല അടിപൊളി ലക്ഷറി റൂമാണ്. അതിൻ്റെ ഫെസിലിറ്റീസും അതേപോലെ തന്നെ ഹൈ എൻഡ് ആയിരുന്നു. നമ്മൾ ശരിക്കും ഹാപ്പിയാണ്. അവർ നമ്മൾ അത്രയും കൺസേൺ ആക്കിയിട്ട് നമുക്കിവിടെ ഒരു പോസ്റ്റർ, പിന്നെ ഒരു ബൊക്കെ, പിന്നെ ഒരു ഗിഫ്റ്റും ഉണ്ട് കേട്ടോ അവരുടെ വക. പിന്നെ ഒരു കാർഡ് വേറെയും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് അവർ തന്ന ഒരു കാർഡാണ്. അതുപോലെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ചെറിയൊരു ഗിഫ്റ്റ്. പിന്നെ അത് ഈ പീസ് ഓഫ് കേക്ക് എന്ന് പറയാൻ പറ്റില്ല, 1/2 കിലോ കേക്കാണ്. പിന്നെ ഇതിനകത്തൊരു സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. റെയിൻ ഷവറിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മഴയത്ത് എങ്ങനെ കുളിക്കണോ ആ ഒരു സെയിം ഫീലിംഗ് കിട്ടുന്ന ഒരു റെയിൻ ഷവറിൻ്റെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. റൂം എന്ന് പറയുന്നത് എക്സ്ട്രാ ലക്ഷറി റൂം തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് പ്രീമിയം സാധനങ്ങൾ തന്നെയാണ് അവരുടെ റൂമിൽ ഫെസിലിറ്റി നമുക്ക് തന്നേക്കുന്ന ഓഫറുകൾ എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈ എൻഡ് ഒരു പ്രീമിയം ടച്ച് എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് അവരുടെ സർവീസ് എന്ന് പറയുന്നത്. എക്സ്ട്രീം ലെവലിലുള്ള സർവീസായിരുന്നു. അത് പിന്നെ താജിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് പേ ചെയ്യണോ അത് നമുക്ക് കിട്ടും. അപ്പോൾ ചെക്കൗട്ട് ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയായി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 4 നൈറ്റ് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് താജ്മഹൽ ഹോട്ടൽ ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്തു. ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിരുന്നെങ്കിലും ലോബിയിലുള്ള ചെറിയ ചെറിയ ഡിസ്പ്ലേ, കിയോസ് ഷോപ്പിലുള്ള സാധനങ്ങൾ, പ്രീമിയം സാധനങ്ങൾ, റെയർ ടു റെയർ സാധനങ്ങൾ ഇതൊക്കെ അവർ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് കേട്ടോ താജിൻ്റെ ഐക്കോണിക് സ്റ്റെയർ. ഒത്തിരി ഫിലിമിൻ്റെ ഭാഗമായിട്ടും സെലിബ്രിറ്റീസ് അവരുടെ റീലെടുക്കാനും ഫോട്ടോസും ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ഉണ്ട്. വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ